കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസനിലായിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 11-12 വരെയുള്ള വാക്യങ്ങൾ ഒരളവിൽ നമ്മൾ ചെറിയ തോതിൽ ധ്യാനിച്ചു എന്നാണ് എൻ്റെ ചിന്ത. വളരെ ഗഹനമായി നമ്മൾ പഠിച്ചില്ലെങ്കിലും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ വചനത്തിലൂടെ നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ ദൈവവചനത്തിൻ്റെ പഠനം, അതിൻ്റെ പ്രസക്തി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഏലിപുരോഹിതൻ്റെ കാലത്ത് വചനം ദുർലഭമായിരുന്നു എന്ന് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. വചനം ദുർലഭമായിരിക്കുന്ന കാലഘട്ടം. വചനത്തിൽ അധിഷ്ഠിതമായി ക്രിസ്ത്യ ജീവിതം നയിക്കുന്ന വ്യക്തികൾ കുറഞ്ഞു വരുന്ന കാലഘട്ടം. ദൈവവചനത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് പഠിപ്പിച്ച് ജനത്തെ കർത്താവിൽ നിന്ന് അകറ്റി നിത്യമായ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയുന്ന ഒരു കാലഘട്ടം. ഇടുക്കമുള്ള വഴി ഇഷ്ടപ്പെടാതെ വിശാലമായ വഴിയിലൂടെ പോയി നശിച്ച് നരകാഗ്നിയിലേക്ക് ജനത്തെ തള്ളിക്കളയുന്ന ഒരു കാലഘട്ടമായി മാറിയിരിക്കും. വചനത്തിൻ്റെ യഥാർത്ഥ സത്യങ്ങളെ ബലികഴിച്ച് കളയുക, നശിപ്പിച്ച് കളയുക. ഞാൻ എപ്പോഴും പറയാറുള്ള പദപ്രയോഗങ്ങൾ തന്നെ ഇപ്പോഴും പറയുന്നു. വചനത്തെ കോട്ടിക്കളഞ്ഞും കൂട്ടുചേർത്തും മറിച്ചു കളഞ്ഞും അതിൻ്റെ തനിമ നഷ്ടപ്പെടുത്തി തത്വജ്ഞാനവും വചനവിരുദ്ധമായ കാര്യങ്ങളും പത്യവചനം പത്യോപദേശത്തിന് വിപരീതമായ ഉപദേശങ്ങളും കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഒരാത്മീക ലോകം. ആത്മീയ ലോകം എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റാന്ന് എനിക്ക് തോന്നുക. അങ്ങനത്തെ ഒരു കാലഘട്ടം. ഇതിൻ്റെ നടുവിലൂടെയാണ് യോശുവയും കാലേബും കൂടി വാഗ്ദത്ത കനാനിൽ പ്രവേശിക്കാൻ യാത്ര ചെയ്തതുപോലെ, അല്ലെങ്കിൽ നോയുടെ കാലഘട്ടത്തിൽ നോഹയും ഭാര്യയും മക്കളും മരുമക്കളും കൂടി യാത്ര ചെയ്തതുപോലെ നമ്മളും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള ഓർമ്മ നമുക്കുണ്ടാകണം. ഇന്ന് രാവിലെയും കൂടി ഒരു പ്രിയ അച്ചായൻ എന്നെ വിളിക്കാനിടയായി തീർന്നു. യൂട്യൂബിൽ മെസ്സേജ് കേട്ടിട്ട് ആ മെസ്സേജിനോട് യോജിപ്പുണ്ടെന്ന് പറയാനിടയായി തീർന്നു. വളരെ കുറച്ച് പേരങ്ങനെ സമയാസമയങ്ങളിൽ വിളിക്കുകയും മെസ്സേജ് കേൾക്കുകയും മറ്റുള്ളവർക്ക് അത് സെൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നിശ്ചയമായിട്ട് അച്ഛാ, അത് നല്ലൊരു കാര്യമാണ്. അത് സുവിശേഷ വേലയുടെ ഒരു ഭാഗമാണ്. ഞങ്ങൾ ഈ പറയുന്ന പത്യവചനം പത്യോപദേശം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളും സുവിശേഷ വേലയിൽ ഒരു പങ്കാളിയാകുക ചെയ്യുന്നത്. എല്ലാവർക്കും പ്രസംഗിക്കാനോ എല്ലാവർക്കും പറയാനോ എല്ലാവർക്കും സെൻഡ് ചെയ്യാനോ എല്ലാവർക്കും യൂട്യൂബിലിടാനോ കഴിഞ്ഞൊന്നും വരികയില്ല. പക്ഷേ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ വേലയിൽ ഒരു പങ്കാളിയാകുക. ദുരുപദേശങ്ങളിൽ നിന്ന് ജനത്തെ വിടുവിച്ചെടുക്കാൻ. ഹമാസും ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം തീർന്നെന്ന് പറയുമ്പോൾ അത് വേറൊരു യുദ്ധത്തിലേക്ക് വഴിവെക്കുമ്പോൾ ഒന്ന് പേടിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും. ഇനിയൊക്കെ എന്താ സംഭവിക്കാൻ പോണെന്നൊരു പിടിയില്ല. എന്ത് സംഭവിക്കട്ടെ? നമ്മുടെ അയൽവാസികളായിട്ടുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാനിൽ ആഭ്യന്തര കലഹം നടക്കുക. ഇമ്രാൻഖാൻ്റെ കൂട്ടരും ഭരണകക്ഷിയും കൂടി ചേർന്ന്. ബംഗ്ലാദേശിലാണെങ്കിൽ ഒരു സന്യാസി അകത്തിട്ടെന്നും പറഞ്ഞ് ബംഗ്ലാദേശ് കത്തിക്കൊണ്ടിരിക്കുക. ഇറാൻ ഭരണകൂടത്തെ മറിച്ചിടാൻ വേണ്ടി ഒരു ജനാധിപത്യ കാഴ്ചപ്പാടുള്ളവർ ശക്തിയോടെ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്. സൗദി അറേബ്യ ഏറെക്കുറെ അതിൽ നിന്ന് മാറിയെന്ന് എല്ലാവരും പറയപ്പെടുന്നു. ഒരു ജനാധിപത്യ വ്യൂവിലേക്ക് ചെറുപ്പക്കാരനായ ഭരണാധികാരി ആ ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നു. രാജഭരണത്തിന് തിരശ്ശീലയിട്ടുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഇതൊക്കെ ദൈവവചനത്തിൻ്റെ നിവൃത്തിയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ രാജാവ് കണ്ട വിഗ്രഹം, ബാബിലോൺ, മേദ്യ, പെർസ, ഗ്രീസ്, റോം, 4 സാമ്രാജ്യങ്ങൾ, ഈ ലോകത്ത് ആവിർഭവിക്കുന്ന 4 ഭരണ സംവിധാനങ്ങൾ, അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ന് കാണുന്ന ഈ ഡെമോക്രസി, ജനാധിപത്യം. സ്വേച്ഛാധിപത്യത്തിൽ നിന്നും രാജഭരണത്തിൽ നിന്നും ജനാധിപത്യത്തിൽ നിന്നുമൊക്കെ
ഭരണം മാറി 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 ഇപ്പോൾ ജനാധിപത്യമാണ് നടക്കുന്നതെന്ന് പറഞ്ഞാലും അതിൻ്റെ യാതൊരു കാഴ്ചപ്പാടുകളും നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമ്മുടെ ഇന്ത്യ ജനാധിപത്യമല്ലേ, ഒരു സ്വേച്ഛാധിപതിയെ പോലെയല്ലേ നമ്മുടെ പ്രധാനമന്ത്രി ഭരിക്കുന്നത്. അതിനെതിരെയല്ലേ എതിർ പാർട്ടികൾ ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ ആ ബിംബത്തെക്കുറിച്ച് ഞാൻ ആ ബിംബത്തിൻ്റെ 4 പോർഷനും അതിനെ കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ലായ യേശുക്രിസ്തു ആ ബിംബങ്ങളെ ഇടിച്ചു പൊടിച്ച് ലോകത്ത് ആവിർഭവിച്ച മാനുഷിക ഭരണ സംവിധാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കി ദൈവപുത്രനായ യേശുക്രിസ്തു കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ലായി ഈ ഭരണ സംവിധാനങ്ങളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി ആ കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ലാകുന്ന യേശുക്രിസ്തു ഇത് മുഴുവൻ പൊടിച്ച് നശിപ്പിച്ച ഒരു മഹാപർവ്വതമായി ഈ ലോകം മുഴുവൻ നിറയുന്ന ഒരു കാഴ്ച, ഒരു വിഷയം, വചനം, വെളിപ്പാട് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിലുണ്ട്. അതെന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു വന്ന ഈ ലോകത്തെ ഭരിച്ച് ഈ ലോകത്തിൻ്റെ ഭരണസാരഥ്യം തൻ്റെ ചുമലിൽ വരും എന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന പ്രാവചനിക നിവൃത്തിയാണ് എന്ന് അത് ദൈവമക്കൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഞാനതിൻ്റെ ആ ബിംബത്തിൻ്റെ ആ വിഷയം ഒന്ന് ഓടിച്ചു പോകാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും ആ ബിംബത്തെ വ്യാഖ്യാനിക്കുക. വയറ് മരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽപാതി കളിമണ്ണ് കൊണ്ടും ആയിരുന്നു. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈതൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതിർപോലെ ആയി തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി ഭൂമിയിൽ നിറഞ്ഞു. കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല്, പർവ്വതത്തിൽ നിന്നും വന്ന കല്ല് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതായി കണ്ടതിൻ്റെ താല്പര്യമോ മഹാദൈവം മേലാൽ സംഭവിക്കാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. യേശുക്രിസ്തു തൻ്റെ ഭരണം ഈ ഭൂമിയിൽ സ്ഥാപിക്കുമെന്നുള്ളതിന് ഒരു ദീർഘമായ ഒരു പ്രവചന സൂക്തമാണ് ഞാനിവിടെ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. ജാതീയ രാജാവായ നെബൂഖദ്നേസറാണ് ഇത് കണ്ടത്. ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് ആ രാജ്യത്തിൽ ഒരു ഭരണാധിപന്മാർക്കോ സ്വപ്നവ്യാഖ്യാനികൾക്കോ കഴിഞ്ഞില്ല, മന്ത്രവാദികൾക്കോ ശകനവാദികൾക്കോ കഴിഞ്ഞില്ല. ദൈവപുത്രന്മാരായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായ ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും ആ ഭരണ സംവിധാനങ്ങളെ ഒന്നുകൂടി നന്നാക്കിയെടുക്കാൻ വേണ്ടി രാജാവ് തിരഞ്ഞെടുത്തവരാണ്. നമുക്കറിയാം അതിൻ്റെ പിന്നിലുള്ള സംഭവങ്ങളൊക്കെ. ഞാനത് ഒരു കഥ പോലെ പറഞ്ഞ് വിടാനായിട്ട് താല്പര്യമില്ല. എന്നാൽ നടന്ന സംഭവം, രാജാവ് കണ്ട സ്വപ്നവ്യാഖ്യാനവും തൻ്റെ രാജ്യത്തുള്ള ആർക്കും തന്നെ അതിന് ഒരു ശരിയായൊരു ചിത്രം അവരുടെ ഹൃദയത്തിൽ വെളിപ്പെട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ അതിന് വ്യാഖ്യാനം നടത്താൻ കഴിഞ്ഞില്ല. സ്വപ്നവും വ്യാഖ്യാനവും ദൈവത്തിനുള്ളത്. ദാനിയേൽ പറഞ്ഞപ്പോൾ രാജാവ് അത് അറിയിച്ചു. കൃത്യമായ വ്യാഖ്യാനം ദാനിയേൽ കൊടുത്തു. പിന്നീടുള്ള സംഭവങ്ങളൊക്കെ ഒരു കഥ പോലെ നമ്മൾ വായിച്ചു പഠിക്കുന്നുണ്ട്, പഠിച്ചോളുക. അതിലെ വിഷയം, എൻ്റെ വിഷയം അതല്ല. ഈ ലോകത്തിൻ്റെ മാനുഷിക ഭരണ സംവിധാനങ്ങളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി ദൈവപുത്രനായ യേശുക്രിസ്തു 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കുമെന്നാണ് ആ രാജാവ് കണ്ട സ്വപ്നവും ദാനിയേലിൻ്റെ സ്വപ്ന വ്യാഖ്യാനത്തിൽ നിന്നും നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ കാര്യസമാപ്തിയിലേക്ക് വരാൻ സമയങ്ങളായിരിക്കുക. കർത്താവ് സഭയെടുക്കാൻ പോവുക. കർത്താവിൻ്റെ വരവിനെ കുറിച്ചും
മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ചില കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് വചനത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ഒരു വലിയ കൾട്ടുപദേശി തൻ്റെ പ്രവചനം ഞാൻ കേട്ടിട്ട് വാസ്തവത്തിൽ തലയിൽ കൈവച്ചു പോയി. എന്തോ ഒരു പ്രവചനമായിരുന്നത്. ഹല്ലേലൂയ. അദ്ദേഹം പറയുന്നത് ആ കള്ളപ്രവാചകനും ദുരുപദേശിയും ആ കള്ളപ്രവാചകന്റെ പ്രവചനവും ആ പ്രവചന സമയത്ത് ഓർഗൻ വായിക്കുന്നവനും കൂടി ടൈപ്പാണോ, രണ്ടുപേർക്കും 50-50 കിട്ടുമെന്നോ എനിക്ക് തോന്നിപ്പോകുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ആ കാറിൽ കണ്ടിട്ട് ആ ഓർഗൻ വായിക്കുക, അതിൻ്റെ ഇടയിൽ കൂടി കിടന്ന് കാറുകയും ചെയ്യുന്ന കണ്ടിട്ട് ഇവർ രണ്ടുപേരും കൂടി കൂട്ടുകൃഷി ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിപ്പോയി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർക്ക്, കർത്താവിൻ്റെ ദാസന്മാർക്ക് എല്ലാം അത് ഇട്ടിട്ടുണ്ട്. നിങ്ങളിത് കേൾക്കുക, കേട്ടിട്ട് ഇതുകൂടി കേട്ടുകൊള്ളുക. ആ സഹോദരൻ പറയുന്നതിൻ്റെ പ്രധാന ലക്ഷണം, നിങ്ങൾ 10 പേര് വിദേശത്ത് പോയാൽ എൻ്റെ കാര്യം ഓക്കെ ആയി, എൻ്റെ കാര്യം സക്സസ് ആയി. ആ പദമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്താണ് സക്സസ് ആയി? തൻ്റെ കീശ വീർക്കാനുള്ള കാശായി. തനിക്ക് ഇവിടെ ഈ ഭൂമി കിടന്ന് ആഡംബരത്തോടെ സുഖിച്ച് മുളച്ച് ജീവിച്ച് നരകത്തിൽ പോകാനുള്ള വഴി എനിക്ക് നിങ്ങൾ മുഖാന്തരം തുറന്നു കിട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം. അത് ഞാനങ്ങ് പറയുക. ഇന്നിപ്പോൾ സുവിശേഷ വേലക്കാർക്ക് പണം മതി, പണം പണം. അതിനുവേണ്ടി എന്ത് ഹീനമായ പ്രവൃത്തി അവർ ചെയ്യും. അദ്ദേഹം പറഞ്ഞത്, കുവൈറ്റിലേക്ക് പോകാനുള്ള നിങ്ങളെ ഞാൻ അമേരിക്കയിലേക്ക് വിടാം, നിങ്ങളുടെ ബ്ലാങ്ക് പാസ്പോർട്ടിൽ ഞാൻ വിസ അടിച്ചു തരാം. ആ അർത്ഥത്തിലൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. ദൈവമക്കൾ ഇത് കേൾക്കണം, മനസ്സിലാക്കണം. ഇതിൻ്റെ പിന്നിലുള്ള ചതി മനസ്സിലാക്കണം. നിങ്ങളുടെ കൂട്ടു സഹോദരന്മാരോ സ്നേഹിതന്മാരോ ആരെങ്കിലും ഇങ്ങനെയുള്ള കൂട്ടായ്മയിൽ പോകണമെങ്കിൽ അവിടെ പിടിച്ച് വീട്ടിലിരുത്തി ചായയൊക്കെ ഇട്ടുകൊടുത്ത് ഇത് ചതിയാണെന്നും ഇത് നരകത്തിലേക്കുള്ള ഹൈവേയിലാണ് നിങ്ങളെ കൊണ്ടുപോകുന്നതെന്നും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതിനാണ് ഞാനീ പറയുന്നത്. ഇത് ലോകം മുഴുവൻ പോകുന്നുണ്ട് ഈ മെസ്സേജ് യൂട്യൂബ് വഴി. ഭൂമിയുടെ എല്ലാ വൻകരകളിലും ഈ മെസ്സേജ് എത്തുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ എന്തിനിത് പറയുന്നു? എന്നെ ദൈവം ആക്കി വെച്ചിരിക്കുന്നു ഈ ദുരുപദേശങ്ങളെ പൊളിക്കാൻ. അത് നിമിത്തം ഒരു രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നാലും സന്തോഷത്തോടെ ഞാൻ ആയിരിക്കുന്നു എന്നാ പിന്നെയും പറയുന്നത്. ഹല്ലേലൂയ. കാരണം ജനത്തെ ഇത്രത്തോളം വഞ്ചിച്ച് നരകത്തിലേക്ക് തള്ളി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം വേറെ ഉണ്ടോ? ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടവന്റെ രക്ഷ നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തിയല്ലേ ഇത്? രക്ഷിക്കപ്പെട്ടെന്നും പറഞ്ഞ് കടം മാറ്റി, കഷ്ടത മാറ്റി, കണ്ണീര് തുളച്ച്, വീട് മേടിച്ച്, കാറ് മേടിച്ച്, ലോറി മേടിച്ച്, കണ്ടെയ്നർ മേടിച്ച്, ലോകത്തിൻ്റെ ഭൗതിക അനുഗ്രഹങ്ങളെല്ലാം വാരിക്കോരി കൂട്ടി അതിൽ സന്തോഷിക്കുന്ന ജഡീകന്മാരായ വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കിടക്കല്ലേ ഇന്നത്തെ ആത്മീയകോളം. സഭയിൽ രക്ഷിക്കപ്പെട്ടവരുണ്ടോ? കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നവരുണ്ടോ? ആത്മരക്ഷ പ്രാപിപ്പാൻ താല്പര്യമുള്ളവരുണ്ടോ? അതോ അനുഗ്രഹം വേണം, നന്മ വേണം, വിടുതൽ വേണം, സൗഖ്യം വേണം, അത് വേണം, ഇത് വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരും അവർക്ക് വേണ്ടി തലയെറിഞ്ഞ് പ്രാർത്ഥിച്ച് അത് നേടിക്കൊടുത്ത് അതിൻ്റെ ഭൗതികം തിന്ന് തൃപ്തി പ്രാപിക്കുന്നതുമായ ജഡീകന്മാരായ ശുശ്രൂഷാ വൃന്ദങ്ങളെ കൊണ്ട് ഇന്നത്തെ ആത്മീയകോളം നിറഞ്ഞു കിടക്കുക. ഇത് പറയുമ്പോൾ സത്യവചനം പഥ്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ച് ദൈവസഭകളെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്ന ശുശ്രൂഷകന്മാരും അങ്ങനെയുള്ള കർത്താവിൻ്റെ വേലക്കാരും ഉണ്ട്. അതൊരു ശേഷിപ്പേ ഉള്ളൂ. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയാണെന്ന് കരുതരുത്. യജമാനനെ, ഇത് നല്ല വിത്തല്ലോ വിതച്ചത്, പിന്നെ ഈ കള എവിടെ നിന്ന് വന്നു? ഉറങ്ങിപ്പോയ സമയത്ത് സാത്താൻ വിതച്ചതാണെന്ന് മത്തായി 15 പറയുന്നുണ്ട്. ശുശ്രൂഷകന്മാർ ഉറങ്ങിപ്പോയാൽ, ആത്മീയ ഉറക്കം നടിച്ചാൽ, ആത്മീയ ഉറക്കത്തിലേക്ക് പോയാൽ, ആത്മീയമായി മന്ദീഭവിച്ചു പോയാൽ, വചനധ്യാനവും പ്രാർത്ഥനയും വിശുദ്ധ ജീവിതവും വേർപാടും ശുശ്രൂഷ വൃന്ദങ്ങൾക്ക് കുറഞ്ഞു പോയാൽ നിങ്ങൾ ആത്മീയ ഉറക്കത്തിലായിരിക്കും. ആ ഉറക്ക സമയത്ത് സാത്താൻ വന്ന് കള വിതയ്ക്കും.
വരുന്ന വിസിറ്റേഴ്സ് വന്ന് വിസിറ്റിംഗ് പാസ്റ്റർമാർ വന്നിട്ട് ദുരുപദേശം വിതയ്ക്കും. ഉറങ്ങിക്കിടക്കുന്ന നിനക്ക് അത് ഉപദേശമാണെന്ന് തോന്നും. നീ അതെടുത്ത് പ്രസംഗിക്കും. നീയും നിന്റെ ജനവും ഒരുപോലെ ദുരുപദേശത്തിൽ പിശാച് ബന്ധിച്ചിടും. പിന്നെ നിങ്ങൾക്ക് നരകമെന്നല്ലാതെ വേറെ ഒന്നുമില്ല കിട്ടാൻ. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുക. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. ഇവിടെ പ്രവചനം പറഞ്ഞ് ഖത്തറിൽ പോകാനിരിക്കുന്നവരെ അമേരിക്കയിൽ വിടുകയും, ഒരു അമ്മാമ്മയോട് ചോദിക്കുക എത്ര മക്കളുണ്ട്? 2 പേര്. 2 പേര് എന്ത് ചെയ്തു? പഠിച്ച് കോഴ്സെല്ലാം തികച്ച് ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുക, ജോലി കിട്ടിയിട്ടില്ല. എന്നാ ഇതാ പിടിച്ചോ ജോലി, ഞാൻ ജോലി തരാമെന്ന ഈ കള്ളപ്രവാചകന്റെ മറുപടി. ഇത് കേട്ട് തുള്ളുന്നു വിശ്വാസികൾ. ഇപ്പൊ ഞങ്ങൾ ചോദിക്കും, പാസ്റ്റർ ഈ പ്രവചനം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ജോലി കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടും. കിട്ടുമെന്നേ, ഇവർ പറയുന്നതനുസരിച്ച് കിട്ടും. ഇത് കർത്താവ് കൊടുക്കുകയല്ല, അത് സാത്താന്റെ സംഭാവനയാ. ആ പുസ്തകം വായിച്ച് മനസ്സിലാക്കും. ഇത് വായിച്ച് കേൾപ്പിച്ച് നേരം പിടിച്ചോ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്തേക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. ഇക്കൂട്ടർ വന്ന കർത്താവിനോട്, നിന്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്തു. പ്രാർത്ഥിച്ചപ്പോൾ വിസ കിട്ടി, പ്രാർത്ഥിച്ചപ്പോൾ ഖത്തർ വിസ അമേരിക്കയിലേക്ക് മാറി. ഖത്തറിലേക്ക് പോകേണ്ട ആളെ അമേരിക്കയിലേക്ക് വിട്ടു. കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ നീയൊക്കെ അത് ചെയ്തില്ലേ? ചെയ്തു, കാര്യമൊക്കെ ശരിയാ. ഒരുത്തൻ പോക്കറ്റിൽ നിന്ന് വീടെടുത്ത് കൊടുത്തു, ശരിയല്ലേ? വീട് കിട്ടി. ആ ഗുണം പിടിക്കാത്തവൻ വീടെടുത്ത് ഇങ്ങനെ എറിയുന്നെന്ന് പറഞ്ഞപ്പോൾ പിടിച്ച് ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചെടുത്തവർക്കൊക്കെ വീട് കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ലോട്ടറി അടിച്ചോ ഏതെങ്കിലും നിലയിൽ ജോലി കിട്ടി, വീട് കിട്ടി. ഉദ്ദേശിക്കാത്ത നിലയിൽ കോടീശ്വരന്മാരായിട്ടുള്ള കല്യാണങ്ങൾ മക്കൾ മുഖാന്തരം നടന്നു. മലയാളികളെയും തമിഴന്മാരെയും അല്ലെങ്കിൽ ഭാരതീയരെ തുള്ളിക്കുന്ന റഹ്മാൻ, സംഗീത സംവിധായകനായ റഹ്മാൻ തൻ്റെ സംഗീതം കൊണ്ട് ലോകത്തിലെ സകല മനുഷ്യരെയും തുള്ളിക്കുക, ജഡികന്മാരെ. അദ്ദേഹത്തിൻ്റെ 20 വർഷത്തെ ദാമ്പത്യ ജീവിതം അമ്പേ പരാജയം. 20 30 വർഷം. അതിലൊരു ചാനൽ വാർത്തയിൽ പറഞ്ഞൊരു വാക്യം ഇതാണ്, ഒരു വിഷയം, ഒരു വേർഡ് ഇതാണ്: വല്ലാത്ത അസ്വസ്ഥത, വല്ലാത്ത ഏകാന്തത അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക്. കുടുംബജീവിതം ശരിയാകുന്നില്ല. 2000 കോടി മൂലധനമുണ്ട്. അതുകൊണ്ടല്ലേ ചെറുപ്പക്കാരനോട് കർത്താവ് പറഞ്ഞു, എടാ ഇത് വിറ്റ് ദാരിദ്ര്യം കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വാ, എന്നാ നിനക്ക് സ്വർഗരാജ്യം കിട്ടും. അവന് മനസ്സിലായിരുന്നു റഹ്മാന്റെ തമ്പി ആയിരിക്കാൻ ചിലപ്പോൾ. ഹല്ലേലൂയ. ഞാനിത് എന്തിനെടുത്തു പറയാം? നമ്മുടെ ഇടയിലുള്ള ആത്മീകരെന്ന് പറയുന്ന ജഡീകന്മാർ ഒത്തിരി കിടപ്പുണ്ട്. അവരിത് കേൾക്കണം. അവരോട് നിങ്ങൾ പറയണം. രജനീകാന്തിൻ്റെ മോളെ വിവാഹം കഴിച്ചു കൊടുത്തു. തമിഴ് സിനിമയിലെ ഏറ്റവും വലിയൊരു നടൻ. 20 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും വേണ്ട കുടുംബജീവിതം. ഈ സിനിമാ കഥ പറയുന്നത് ദൈവമക്കൾ എന്നോട് മനഃപൂർവ്വം ക്ഷമിച്ചോണേ. ഞാൻ അഡ്വാൻസായിട്ട് ഒരു ക്ഷമയാചന നടത്തിയിട്ടാണ് പറയുന്നത്. നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യം ഇത് ആത്മീയ കോണത്തിലുണ്ട്. എനിക്കറിയാം, ഒരു മോനേ ഉള്ളൂ. അപ്പോൾ അപ്പൻ്റെ നമ്മുടെ ചിന്ത, ഈ മോളെ ഒരു മോളായിട്ട് രക്ഷിക്കപ്പെട്ട് വിദേശത്തോ അല്ലെങ്കിൽ സ്വദേശത്തോ നല്ല ലക്ഷങ്ങൾ വാങ്ങി ജോലി ചെയ്യുന്ന മോൾക്ക് ആ പെണ്ണിന് എൻ്റെ മോനെ വിവാഹം കഴിച്ചു കൊടുക്കണം. അവളുടെ പ്രാർത്ഥന ഫലിച്ചു, അവളുടെ വാർഷന്മാരുടെയും പ്രാർത്ഥന ഫലിച്ചു, വിവാഹം നടന്നു. ഇപ്പോൾ ഇന്ന് നടക്കുമോ ഡൈവേഴ്സ്, നാളെ നടക്കുമോ ഡൈവേഴ്സ് പറഞ്ഞിരിക്കുക. എനിക്ക് ഏറ്റവും അറിയാവുന്ന ഒരു കുടുംബമാണ് കാര്യം. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുവിടുന്ന ദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിന് മനുഷ്യനായുള്ളവേ അത് വിട്ടോടിയിട്ട് എന്ത് ചെയ്യണം? അതാരും അധികം പറയാത്തൊരു ഭാഗം, അതുകൊണ്ട് ഞാനതങ്ങ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ആത്മാവിൻ്റെ ഫലത്തിൽപ്പെട്ട കാര്യങ്ങളാ. ആത്മഫലങ്ങളും വരങ്ങളും പ്രാപിച്ച് ഒരു ആത്മീകനായി ജീവിക്കണമെന്ന് സാരം. ദ്രവ്യാഗ്രഹം വിട്ടിട്ട്, ഭൗതിക നന്മ വിട്ടിട്ട് ആത്മീക സമ്പത്തിൻ്റെ പിറകെ പോകണമെന്ന കഥ പോലീസ് പഠിപ്പിക്കുന്നേ.
അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത് മുഴുവൻ ആത്മീക സമ്പത്താ. ഇന്നത്തെ അപ്പോസ്തലന്മാരെന്ന് പറയുന്ന ആട്ടിൻ ധരിച്ച ചെന്നായ്ക്കൾ പഠിപ്പിക്കുന്നത് ഭൗതിക സമ്പത്താ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കഥാപാത്രങ്ങളായിരുന്നു ആത്മീയ കുളത്തുണ്ടായി വന്നത്. KP ഓവൻ സാർ, ഇന്ത്യയുടെ അപ്പോസ്തലനാകേണ്ട ആള്. 2 PG വർഗീസ്, അനുഗ്രഹീതനായ ഒരു എക്സ് മിലിറ്ററിക്കാരൻ. തുടക്കം മനോഹരമായിരുന്നു. ഒടുക്കം ഈ അങ്കിൾ ബണ്ണ് 8 പോക്കറ്റിട്ട ജുബയും വിട്ട് ദ്രവ്യാഗ്രഹത്തിൻ്റെ ഒരു പ്രസംഗം പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. ഞാൻ സ്നേഹിച്ചിരുന്ന PG വർഗീസ് അങ്കിൾ ബണ്ണാണോ ഈ കോലം തിരിഞ്ഞ വർത്താനം പറയുന്നതെന്ന് കേട്ട് മൂക്കത്ത് വിരൽ വെച്ച് നിന്നുപോയി. എനിക്ക് 8 പോക്കറ്റുണ്ട്. നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ആ പണം. പിന്നെ ഇയാൾ കൊടുക്കുന്ന കാശല്ലേ ദൈവം ഭക്ഷിക്കുന്നത്. പുള്ളിക്ക് ഒന്നും തിന്നാനില്ലല്ലോ. എന്തോ ഒരു പോഷത്വം, എന്തോ ഒരു അസംബന്ധം, എന്തോ ഒരു വളിപ്പത്തരം, എന്ത് അവിവേകം. ഇതുപോലെ വിവരക്കേട് വിളിച്ചു പറയുന്നൊരു മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടോ എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട് ഞാൻ. നമ്മൾ ഒരു കാര്യം ഞാൻ പറയാം, ഇത്രയും പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത്. നമ്മുടെ ശുശ്രൂഷ എങ്ങനെയായിരിക്കണം? അപ്പോസ്തലന്മാരെന്താ പറഞ്ഞേ? എൻ്റെ വചനവും എൻ്റെ പ്രസവവും ജ്ഞാനത്തിൻ്റെ വശീല വാക്കുകളല്ല, ആത്മാവിൻ്റെ ശക്തി പ്രസന്നത്താൽ അത്ര ആയിരുന്നത്. പത്രോസ് എന്താ പറഞ്ഞേ? ഒരുത്തൻ വചനം പ്രസംഗിക്കുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്ന പോലെ. പൗലോസ് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് വേറൊരു ഭാഗത്ത് നിന്നെ സൂക്ഷിക്കാൻ ഉപദേശിച്ചു, അങ്ങനെ ചെയ്താൽ നീ നിന്നെ പ്രതി പ്രസംഗിക്കുന്നത് രക്ഷിക്കും. അപ്പൊ അപ്പോസ്തലന്മാർ പ്രസംഗിച്ച ആ രീതി എവിടെ പോയി? ഇവർ കുടിച്ചുകൂടിയില്ലേ? അതാണ് എൻ്റെ രോഷം. അതാ എൻ്റെ ഹൃദയത്തിൽ ചൂട് പിടിച്ചിരിക്കുന്നതാ. പത്രോസും പൗലോസും യോഹന്നാനും ഒക്കെ പ്രസംഗിച്ച് വെച്ച പ്രസംഗങ്ങളെ ഇവര് കുടിച്ചുമൂടി. ഇവർക്ക് ഇവരുടേതായ ചില ശൈലികൾ വന്നപ്പോൾ അത് സാത്താൻ്റെ ശൈലിയിലേക്ക് മാറി. ജനം അത് കേട്ട് നശിച്ചു കൊണ്ടിരിക്കുന്നു. ആരിതിന് കണക്ക് പറയും? ആർക്കിതിന് വേദനയുണ്ട്? എനിക്ക് വേദനയുണ്ട്. ഞാൻ ജോലിയും കൂലിയും കളഞ്ഞിട്ട് വന്ന് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള ദൈവവചന വ്യവസ്ഥ വിട്ടുള്ള പ്രസംഗം കേൾക്കുമ്പോൾ എനിക്ക് ഹൃദയത്തിൽ നോവുണ്ട്, എരിവ് വരും. അതുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഇത് നിമിത്തം മറ്റുള്ളവർ എന്നെ കൊല്ലേണ്ടി വന്നാൽ എനിക്കൊരു വിഷയമല്ല. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ആഭാസതരങ്ങൾ ഇനിയെങ്കിലും നിർത്തി ശുദ്ധമായ ദൈവവചനം പ്രസംഗിക്കാനായിട്ട് പാസ്റ്റർമാരെന്ന് പറഞ്ഞ് കോലം കെട്ടി നടക്കുന്നവർ തുനിയട്ടെ. അല്ലെങ്കിൽ ദൈവം നിങ്ങളെ തേച്ച് മാച്ച് കളയും. ഈ ആത്മീയ ഗുണത്തിൽ പത്തനാപുരംകാരനെ തേച്ച് മാച്ച് കളഞ്ഞു, അതുപോലെ ഈ അങ്കിൾ ബണ്ണിനെയും തേച്ച് മാച്ചു ലോകം. ഇന്ന് വരെ ഉണ്ടായിരുന്ന വിലയും നിലയും കളഞ്ഞ് അവരേറ്റവും ചീപ്പായിട്ട് മാറാനിടയായി. കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ വനത്തിൽ കയറുക. ദൈവങ്ങൾ ക്ഷമിക്കണം, ഇതൊക്കെ ഒന്ന് കേൾക്കേണ്ട കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നേ. ഞാനത് പറഞ്ഞെങ്കിലും എൻ്റെ വിശദാംശം പറഞ്ഞില്ല. ഡ്രൈവർ വണ്ടി ഓടിക്കേണ്ട സ്ഥാനത്ത് കിളി ഓടിച്ചു. യഥാർത്ഥ ദൈവമാക്കി വെച്ച ശുശ്രൂഷകന്മാർ ദൈവവചനം പ്രസംഗിച്ച സഭയെ നടത്തേണ്ട സ്ഥാനത്ത് ഇത് കിളികളാണ് സഭയെ നടത്തുന്നത്. അർത്ഥം ദൈവമാക്കി വയ്ക്കാത്തവരാ സഭ നടത്തുന്നത്. പുതിയ ശിഷ്യനാകുമ്പോൾ നിങ്ങളിക്കുമെന്ന പൗലോസ് പഠിപ്പിച്ചേ. അവരെ പരീക്ഷിക്കണം. വചനജ്ഞാനമുള്ള ദൈവഭൃത്യന്മാർ അവനെ പരീക്ഷിച്ച് അവൻ പ്രാപ്തനാണെന്ന് കണ്ടാൽ മാത്രം ശുശ്രൂഷ ഏൽപ്പിക്കണം. അങ്ങനെ അങ്ങനെ എവിടെ ഉണ്ട് ഈ സിസ്റ്റം? ഞാൻ ഈ പറഞ്ഞ സിസ്റ്റം. ബൈബിൾ കോളേജ് 2, 3, 4, 5 വർഷം പഠിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പാസ്റ്ററായിട്ട് ഒരു ഭംഗിയുള്ളൊരു പുതപ്പുമൊക്കെ പുതപ്പിച്ച് ഒരു സർട്ടിഫിക്കറ്റും കൊടുത്ത് സഭയെ കൊണ്ടിരുത്തുകയല്ലേ? ജനം നരകത്തിൽ പോവുകയല്ലേ? ആർക്കെങ്കിലും വേദനയുണ്ടോ? മടങ്ങി വാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവമക്കളെ, ഞാൻ എന്തിനിത് പറഞ്ഞു? ദൈവമാക്കി വയ്ക്കാത്തവരാണ് ഇന്ന് സഭ നടത്തുന്നത്. ഒരു ഉദാഹരണം പറയട്ടെ. ഇസ്രയേലിന് രാജാവായിട്ട് ഇശായിയുടെ ഭവനത്തിലേക്ക് പോകുന്ന ശമൂവേൽ പ്രവാചകനെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. തൈലക്കൊമ്പുമായി ഇശായിയുടെ ഭവനത്തിലേക്ക് പോകുന്നു.
ആദ്യം ഒരുത്തൻ കയറി വന്നു, ചേട്ടനായിരുന്നു. പിന്നൊരുത്തം വന്നു, പിന്നൊരുത്തം വന്നു, പിന്നൊരുത്തം വന്നു, 7 എണ്ണവും വന്നു. ഇവര് 7 അല്ല. ശമൂവേലിനോട് ദൈവം പറയുന്നുണ്ട് ഒരു വാക്ക്, നമ്മളൊന്നും മനസ്സിലാകാൻ, എൻ്റെ അർത്ഥമൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല. നീ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു. പൊക്കവും വണ്ണവും വിദ്യാഭ്യാസവും അവൻ്റെ പേഴ്സിൻ്റെ വലിപ്പവും കണ്ട് നമ്മൾ ആരും പാർശ്വന്മാരെ വിധിയെഴുതല്ലേ. അവൻ്റെ മേലുള്ള അഭിഷേകം, അവൻ്റെ മേലുള്ള സത്യവചനം, പഥ്യവചനം, പഥ്യോപദേശം അത് കണ്ട് വചനത്തിലൂടെ അവൻ പറയുന്നത് ഉരച്ചു നോക്കിയിട്ട് വേണം അവൻ്റെ ഉപദേശം കേൾക്കാൻ. അല്ലെങ്കിൽ അതാണ് ബെരോബിലെ വിശ്വാസികൾ ചെയ്തത്. ഇല്ലെങ്കിൽ നിന്നെയും നിന്റെ കൂട്ടരെയും കൂട്ടുവിശ്വാസികളെയും നരകത്തിൽ തള്ളിക്കളയാൻ വേറെ വഴിയൊന്നും വേണ്ട. ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ, വൈകിയ വേളയിലെങ്കിലും മനസ്സിലാക്കിക്കോ. കർത്താവിൻ്റെ സഭയെടുക്കാൻ പോവുക, ഇനിയെങ്കിലും മനസ്സിലാക്കേ. ഹല്ലേലൂയ. നന്നായി ദൈവവചന വ്യവസ്ഥ പ്രകാരം ശുശ്രൂഷ ചെയ്യുന്ന പാസ്റ്റർമാർക്കോ അങ്ങനെ ജീവിക്കുന്ന വിശ്വാസികൾക്കോ ഈ മെസ്സേജ് ഒരു അനുഗ്രഹമാണ്. അല്ലാത്തവർക്ക് ഈ മെസ്സേജ് ഒരു പ്രയാസം തന്നെയാണ്. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ, ബ്ലോക്ക് ചെയ്തോ, ഈ മെസ്സേജ് വരത്തില്ല. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിത്യത പ്രാപിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അവരിത് നിശ്ചയമായി കേട്ടിരിക്കണം. കേട്ടവർ ഒരുങ്ങണം, അവരുടെ ഒരുക്കം പൂർത്തീകരിക്കണം, വിശുദ്ധി ദഹിക്കണം. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അടുക്കുള്ളവർ ഇനി അഴുക്കാകട്ടെ. ഇതാ ഓരോരുത്തരും അവൻ്റെ പ്രവർത്തിക്കുന്ന കോണം പ്രതിഫലം കൊടുക്കാൻ എൻ്റെ പക്കലുണ്ട്. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയാ. ഞാൻ വചനത്തിലേക്ക് വരട്ടെ ദൈവമക്കളെ. ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ കുറ്റക്കാരനായി തീരും. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. അറേബ്യൻ മരുഭൂമിയിലിരുന്ന് ദൈവിക വെളിപ്പാടിലൂടെ പ്രാപിച്ചെടുത്ത ഉപദേശങ്ങളാണ് അപ്പോസ്തലന്മാർ നമുക്ക് തരുന്നത്. അത് ചവിട്ടിത്തേച്ച് കളയല്ലേ, അതിനെ കോട്ടിക്കളയരുതേ, അതിനോട് കൂട്ടുചേർക്കല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അവിടെ വരെ നമ്മൾ പഠിച്ചത്. യഹൂദാമതത്തിലെ എൻ്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിക്കുകയും മുടിക്കുകയും എൻ്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എൻ്റെ സ്വന്തം ജനത്തെ സമപ്രായക്കാരായവരെ പലരെയും യഹൂദാമതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. അപ്പോൾ യഹൂദന്മാരായവരെ, സ്തോത്രം, യഹൂദ മതത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നവരെ ദൈവവചനത്തിൽ ഉറപ്പിക്കാൻ പൗലോസ് ദൈവം തന്നെ ശക്തമായി ഉപയോഗിച്ചു. അതാണ് എബ്രായ ലേഖനം. ആ യഹൂദ മതത്തിൽ താൻ ആയിരുന്ന സമയത്തുണ്ടായിരുന്ന അനുഭവങ്ങൾ എന്തായിരുന്നു? ദൈവമക്കളെ, സത്യക്രിസ്ത്യാനികളെ വലിച്ചടയ്ക്കുകയും കൊല്ലുകയും അധികാരപത്രം വാങ്ങി വലിയ അക്രമങ്ങൾ അഴിച്ചുവിട്ടവനാണ് പൗലോസ്. ഹല്ലേലൂയ. അധികം മുതിരുകയും ചെയ്തു പോന്നു എന്ന് പറഞ്ഞാൽ അതാണ്. എങ്കിലും ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് അനുവാദം ചോദിച്ചില്ല. തൻ്റെ സ്വന്തം സഹോദരങ്ങളോട് ആരോട് അനുവാദം ചോദിച്ചില്ല. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ദർശനം ലഭിച്ച പൗലോസ് ആ ദർശനത്തിനനുസരിച്ച് പിന്നെ ഓരോ കാൽച്ചുവടുകളും മുമ്പോട്ട് വെക്കുകയായിരുന്നു. രക്ഷിക്കപ്പെട്ടവരെ, സ്നാനപ്പെട്ടവരെ, പരിശുദ്ധാംശം പ്രാപിച്ചവരെ, കർത്താവിനെ കണ്ടെത്തിയവരെ, നിങ്ങൾ ഈ വിശുദ്ധമായ ഉപദേശത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ ആരെയും പേടിക്കണ്ട. അപ്പനെ അമ്മ എന്തായിത്തീരും, സഹോദരങ്ങൾ എന്തായിത്തീരും, സ്വന്തക്കാർ, ബന്ധുക്കാർ, ചാർച്ചക്കാർ എന്താ, ഒന്നും നോക്കണ്ട. പൗലോസ് പറയുന്ന പോലെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ മാത്രം നോക്കി മുമ്പോട്ട് പോയാൽ മതി. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ട് മുമ്പോട്ട് പോ. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക്. കർത്താവിൻ്റെ കൽപ്പനകൾ മാത്രം അനുസരിക്ക്. ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോ. ആരും പേടിക്കേണ്ട കാര്യമില്ല.
ന്യായപ്രമാണം മനുഷ്യനെ അടിമനുഖത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൽ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അടിമനുഖമായ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതിയിൽ കിടന്നവരോട് പൗലോസ് പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. എവിടെ ഉറച്ചു നിൽക്കണം? സ്വാതന്ത്ര്യത്തിൻ്റെ പ്രമാണമായ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണത്തിൽ നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ തന്നെ നിലനിൽക്കണം. ഒരു സംശയവും വേണ്ട. ഇല്ലെങ്കിൽ എന്താ പറ്റും? ന്യായപ്രമാണത്തിൻ്റെ അടിമത്തത്തിൽ കുടുങ്ങിപ്പോകും. ഗലാത്യർ 3:1 എന്താ പൗലോസ് എഴുതി വെച്ചേ? യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കൺമുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധരം ചെയ്ത് മയക്കിയതാർ? ആര് ശുദ്ധരം ചെയ്ത് മയക്കി? യഹൂദ ക്രിസ്ത്യാനികൾ.